ശരിയ വീഡിയോ കണ്ടിരുന്നോ? ഇത് തന്നെ കൈ കൊടുക്കും മഹാമഹവും നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൈ കൊടുത്ത് പോണല്ലോ ഉള്ളി. കൈ കൊടുക്കൽ ഇത്രയും വിവാദമായ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കൈ കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു പുള്ളി വലിയ കാര്യമായിട്ട് എല്ലാവർക്കും കൂടെ നിരത്തി പിടിച്ച് കൈ കൊടുക്കുന്നത്. നമ്മൾ കണ്ടതാണ് സരീന് കൈ കൊടുക്കാത്തതിനെതിരെ ഇടതുപക്ഷം കൈ കൊടുക്കൽ ക്യാമ്പയിൻ വരെ നടത്തിയതാണ് പാലക്കാട്. അതെ അതുകൊണ്ടായിരിക്കും ഇനി അതൊരു പരാതി വേണ്ട എന്ന് കരുതി പുള്ളിയുടെ തുടക്കം വെറുതെ എന്താണ് ഗണപതിക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ, AN ഷംസീർ, അല്ലെങ്കിൽ K രാജൻ, P രാജീവ്, എല്ലാവർക്കും ഒരാളെയും വിട്ടിട്ടില്ല. P രാജീവല്ല, P പ്രസാദ് എല്ലാവർക്കും അദ്ദേഹം കൈ കൊടുത്തു. പിന്നെ എനിക്കൊന്ന് കുറെ പേര് സതീശനൊക്കെ സ്നേഹപൂർവ്വം തട്ടി, ഗണേശന് കൊടുത്തു. അതോടൊപ്പം തന്നെ പിന്നെ ഇടതുപക്ഷത്തിലെയും വലതുപക്ഷത്തിലെ വയ്യാത്ത AK ശശീന്ദ്രൻ കൈ കൊടുത്തു. എല്ലാവരും സന്തോഷം. പ്രതിപക്ഷ ബഹുമാനം തന്നെയാണ്. പക്ഷേ AN ഷംസീറിന് മാത്രം ചെറിയൊരു ഏറുപിടുത്താണോന്ന് അറിഞ്ഞില്ല. പുള്ളി എന്തായാലും അങ്ങനെ എഴുന്നേറ്റൊന്നും നിന്നില്ല. പിന്നെ സ്പീക്കർ ആയതിന്റെ തലക്കനമാണ്. കേരള നിയമസഭയുടെ സ്പീക്കറൊക്കെ അല്ലേ. പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണല്ലോ എഴുന്നേറ്റ് നിൽക്കണ്ടേ എന്നുള്ളത് വ്യക്തിപരമായ താല്പര്യമാണ്. നമുക്കതിനെ വിമർശിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എഴുന്നേറ്റ് നിൽക്കാമായിരുന്നു. കാരണം K രാജൻ, അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് AK ശശീന്ദ്രന്റെ ഒക്കെ ആരോഗ്യാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അത്രയും വയ്യാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ അത്രയും മുതിർന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്തതാണ്. K രാജനാണെങ്കിലും മുതിർന്ന ഒരു മനുഷ്യനാണ്, റവന്യൂ മന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹവും ധാർഷ്ട്യം കാണിച്ചില്ല, ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റിട്ടാണ് കൈ കൊടുക്കുന്നത്. അപ്പൊ AN ഷംസീറിന് കുറച്ചേറെ വിടാമായിരുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സരിനാണല്ലോ ഈ പാലക്കാട് ഇത്രയും കത്തിച്ചത്. പക്ഷെ സരിൻ ചൂട് മാറിയില്ലാന്നെങ്കിൽ പാലക്കാട് ഒരു പക്ഷേ ഇത്രയും കത്തുമായിരുന്നു. എനിക്ക് ഭൂരിപക്ഷം കിട്ടില്ല, ഭൂരിപക്ഷവും ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം. സരിന് ഒരുപക്ഷെ മനസ്സുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നമിക്കുന്നുണ്ടോ, നീ എന്തായാലും മറുകണ്ട ചായ നന്നായിട്ട്, അതെനിക്കൊരു വളവായല്ലോ, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളവാകുന്ന ആ ഒരു തത്വത്തിലായിരിക്കാം ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സിലൂടെ കടന്നത്. എന്തായിരിക്കും ഈ കൈ കൊടുത്തോണ്ട് ഓരോരുത്തർക്കും മറ്റേ നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. രാഹുല് എണ്ണം പറഞ്ഞത് എണ്ണി വെക്കത്തില്ല, അപ്പൊക്കെ നമ്മൾ എണ്ണി വെക്കത്തില്ല, അടയൊക്കെ എണ്ണി വെക്കുന്ന പോലെ ഓരോരുത്തർക്കും എണ്ണി കൈ കൊടുത്തു പോകുന്ന, ആരും മിസ്സായിരുന്നു 1 2 3 4 എന്ന് പറഞ്ഞ രീതിയിൽ രാഹുല് കൈ കൊടുത്തു പോകുന്നതായിട്ടൊരു കൗതുകരമായ കാഴ്ചയായിരുന്നു ആ സത്യപ്രതിജ്ഞ വേദിയിലുണ്ടായിരുന്ന. കൂട്ടത്തിൽ നമ്മുടെ പിണറായി സഖാവിന്, നമ്മുടെ മുഖ്യന് രാഹുല് കൈ കൊടുത്തപ്പോ എന്തായിരിക്കും രാഹുലിന്റെ മനസ്സിൽ? പിണറായി എന്ന് തികച്ചു വിളിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ട ഏറ്റവും കൂടുതൽ ആരോപണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഡിസ്റെസ്പെക്റ്റോടുകൂടി, മര്യാദയില്ലായ്മയോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വരെ അഭിസംബോധന ചെയ്യുന്നു എന്നാണ്. അതിനുവേണ്ടി ഒരുപാട് വിവാദമായി വലിയ രീതിയിൽ അപമാനിതനായിട്ടുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം. അത് മേ ബി അദ്ദേഹത്തിന്റെ ഒരു രീതി അതായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഭാഷകൾ ഉപയോഗിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോ മിസ്റ്റർ CM എന്ന് വിളിച്ചേ മതിയാവുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിനെ കൊണ്ട് ഞാനിത് വിളിപ്പിക്കുമെന്ന പിണറായി ഇങ്ങനെ ആ നോട്ടത്തിൽ എനിക്ക് അങ്ങനെ തോന്നി, നീ ഇനി എന്നെ എന്താ വിളിക്കാനായിട്ട് പോകുന്നേ, നീ ഇപ്പൊ എന്നെ തന്നെ മിസ്റ്റർ പിണറായി തന്നെ വിളിക്കോടാ എന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷെ മുഖ്യൻ നോക്കിയിട്ടുണ്ടാവുക. പഴയ ഗർജിക്കുന്ന സിംഹമാണല്ലോ അദ്ദേഹം. ബാക്കി വരുന്ന വഴിക്ക് തരാമെന്നായിരിക്കും രാഹുലിന്റെ മൈൻഡ് പോയി. അങ്ങനെ ആവാം. പക്ഷെ അതൊക്കെ ഒരു കൗതുകരമായ കാഴ്ചയാണ്. ഇങ്ങനെ വന്നാലും ഈ പറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങില് എന്തായാലും ഒരുപക്ഷെ സരിൻ പ്രതീക്ഷിച്ചിരുന്നടുത്ത് രാഹുൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കയറുക MLA ആയി സത്യപ്രതിജ്ഞ കന്നിയംഗത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ. കാരണം രാഹുൽ പൊതുവെ ജനസ്വീകാര്യതയുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷെ ഇന്നത്തെ ഈ വിജയത്തിന്റെ വിജയശില്പികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ്. വെട്ടി വിവാദം, കൈകൊടുപ്പ് വിവാദം, വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു അവർക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തതാണ്. നമ്മുടെ ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും രാഹുലിന് കിട്ടത്തില്ലെന്ന് വെല്ലുവിളിച്ച ആൾക്കാരാണ് സരിനൊക്കെ. സത്യമായിട്ടും എല്ലാരും പേടിച്ചിട്ടാണ് ജയിച്ചാൽ മതി എന്ന BJP വെല്ലുവിളിയെ വരുമെന്ന് പ്രതീക്ഷ. പക്ഷെ BJP പരിസരത്ത് പോലും വന്നില്ല എന്നുള്ളതാണ്. അവിടെയും അവർക്ക് എനിക്ക് തോന്നുന്നു പാളിച്ചകൾ സംഭവിച്ചു. ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മത്സരം കൂടി കടുക്കുമായിരുന്നു. അതിന്റെ ഒരു ഫലമാണല്ലോ ഇപ്പോൾ അവിടുന്ന് നമ്മുടെ വാരിരി ചാടുകയും. എനിക്കൊന്നു ഈ മറുകണ്ഠം ചാട്ടം കോൺഗ്രസിന് പല പാർട്ടികളിൽ നിന്നുള്ള മറുകണ്ഠം ചാട്ടം കോൺഗ്രസിന് എന്തുകൊണ്ട് ഗുണകരമായി മാറിയെന്ന് തോന്നുന്നു. ഇപ്പം സന്ദീപ് വാര്യര് BJP-യിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയതെങ്കിലും ഈ പറയുന്ന പോലെ സരിൻ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് ചേക്കേറി. അതെ, അങ്ങനെ ചേക്കേറുന്നത് കൊണ്ട് ഗുണമുണ്ടായത് ഇപ്പൊ ഗുണാനുഭവം എന്നൊക്കെ നമ്മുടെ ജ്യോതിഷന്മാർ പറഞ്ഞാൽ ഗുണാനുഭവം ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടതും ഇങ്ങനെ ചെയ്തുകൊണ്ട് ഭൂരിപക്ഷം ജനങ്ങൾ കോൺഗ്രസിന് കൊടുക്കണമെന്ന് തീരുമാനിച്ച ഒരുപക്ഷെ ഈ മറുകണ്ഠ ചാട്ടങ്ങളൊക്കെ കൊണ്ട് തന്നെ ആവാം. അതൊക്കെയാണ് ഈ പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ തൃത്താലയുടെ മുൻ MLA എന്ന് പറയുന്നത് VT ബൽറാമാണ്. VT ബൽറാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃത്താലക്കാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. കാരണം വളരെ ജനകീയനാണ്, അടിത്തട്ടിൽ വന്ന് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് VT ബൽറാം. പക്ഷെ അദ്ദേഹം ഇത്തവണ തോറ്റ് MP രാജേഷ് ജയിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ നാട്ടിലുണ്ടായി. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം AKGക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകളാണ്. അതില്ലായിരുന്നെങ്കിൽ VT ബൽറാമിനെ തൃത്താലക്കാർ ഒരിക്കലും കൈവിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അവിടുത്തെ ഒരു വോട്ടറാണ് ഞാൻ. അപ്പൊ കൃത്യമായി എനിക്ക് അവരെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ യുവത്വത്തിന്റെ ഭാഷയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഭാഷയുടെ ശുദ്ധി വളരെ കുറവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ വേണ്ട സ്ഥലത്ത്
ശരിയായിരിക്കാം, പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്നത് തെറ്റായിരിക്കാം. പക്ഷെ അദ്ദേഹത്തെ പിണറായി അല്ലെങ്കിൽ പിണറായി അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുക, അല്ലെങ്കിൽ ആ ഒരു മര്യാദ കൊടുക്കാതിരിക്കുമ്പോൾ അത് ആൾക്കാർ എടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട്. തീർച്ചയായിട്ടും ശില്പ, അത് ഒരു പക്ഷേ കോൺഗ്രസിനെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കുമായിരുന്നു. ഒരു പക്ഷേ സരിൻ ചാടിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ ബാധിക്കുമായിരുന്നു. രാഹുൽ സ്ഥാനാർത്ഥിയായതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആർക്കും പത്തനംതിട്ടയിൽ നിന്ന് രാഹുലിനെ കൊണ്ടുവരേണ്ട ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട്. ആരും അതിനെ അംഗീകരിക്കാനും തയ്യാറായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പാലക്കാട്. ആ സമയത്ത് അവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫിനെ ഞങ്ങൾ സ്നേഹിച്ച പോലെ ഞങ്ങൾ എന്തിനു രാഹുലിനെ സ്നേഹിക്കണം. എന്നിട്ട് അങ്ങനെ വേറൊരു പ്രശ്നം കൊണ്ട് ഷാഫി പെട്ടെന്ന് മന്ത്രിസ്ഥാനം കിട്ടി പോയപ്പോൾ, എം പി സ്ഥാനം കിട്ടി പോയപ്പോൾ ഞങ്ങളെ പകുതിക്ക് ഇട്ടിട്ട്, ഞാൻ ഒരു ബൈറ്റ് കണ്ടിരുന്നു, ഞങ്ങളെ പകുതിക്ക് ഇട്ട് പോയാണ്. ഞങ്ങളെ രഥോത്സവത്തിന്റെ സമയത്ത് ഞങ്ങളെ വോട്ടെടുപ്പിന് പറഞ്ഞയച്ചത് ഷാഫി പറമ്പിലാണ്. ഞങ്ങളെ പകുതിക്ക് ഇട്ടിട്ട് പോയതാണ്. ഞങ്ങളുടെ നാടിന്റെ വികസനം നോക്കാതെ ഞങ്ങളെ പകുതിക്ക് ഇട്ടിട്ട് പോയ ആളാണെന്ന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ കോൺഗ്രസിന് 3ാം സ്ഥാനം അതായിരുന്നു ശരിക്കും അവർക്ക് തന്നെ. എനിക്കൊന്ന് കോൺഗ്രസിന് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മിന്നിച്ച വിജയം കൊടുക്കാൻ കാരണക്കാർ ശരിക്കും ശില്പ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇടതുപക്ഷമാണ്. അത് നമുക്ക് എനിക്കൊന്ന് പരസ്യമായിട്ട് രാഹുൽ അംഗീകരിച്ചില്ലെങ്കിൽ രഹസ്യമായിട്ട് സരിനെ നമോ ആകം എന്ന് ഒരുപക്ഷെ പറയുന്നുണ്ടാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പല പല വിവാദങ്ങൾ കത്തിച്ച്, പെട്ടി വിവാദങ്ങളൊക്കെ അവർ ചീപ്പായിട്ടുള്ള വിവാദങ്ങൾ കത്തിച്ചെങ്കിലും അതൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ട് ചേർന്ന് ആ ഒരു കോൺഫിഡൻസ് ആ പ്രതിജ്ഞ ചെയ്യുമ്പോൾ രാഹുലിന്റെ ആ ഒരു മുഖത്തുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്ത രാഹുൽ ശരിക്കും ഒരു പ്രതീക്ഷയാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച്. കേരള നിയമസഭയിലെ മറ്റൊരു പ്രതീക്ഷയാണ്. കാരണം ഷാഫി എന്ന് പറയുന്നത് എന്നും കോൺഗ്രസിന്റെ ഒരു ശബ്ദമായിരുന്നു, എല്ലാവർക്കും അറിയാം. തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഞാൻ വാക്ചാതുര്യത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. അപ്പൊ അദ്ദേഹം ഇനി ഇല്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം നല്ലൊരു ഒറേറ്റർ ആണ്, കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാനുള്ള ഒരു കഴിവ് രാഹുലിനുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളെല്ലാവരും പാലക്കാടുകാർ മാത്രമല്ല കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഈ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്താണ് കേരള നിയമസഭയിൽ കാണിക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ പാലക്കാട് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക്, കാരണം 2.5 വർഷക്കാലം, 2.5 വർഷവും ഇല്ലെന്ന് തോന്നുന്നു, 1.5 വർഷക്കാലമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാലാവധി. ഈ 1.5 വർഷത്തിന് ശേഷം വീണ്ടും പാലക്കാട് പിടിക്കണം. അതിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളായിരിക്കാം അത് തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷൈക്കാൻഡ് കൊടുത്തോടുകൂടി ഇനിയെങ്കിലും അദ്ദേഹം സമരസിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അദ്ദേഹം ഇനി പ്രവർത്തിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. കാരണം അദ്ദേഹത്തിന്റെ ഭാഷ എല്ലായ്പ്പോഴും നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങൾ നമുക്ക് എന്ത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കുന്നതിനോട് ഞാനും എതിർപ്പ് തന്നെയാണ് ശില്പ. കാരണം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ജനപ്രതിനിധികൾ നല്ലത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അടിയാളന്മാർ എങ്ങനെയാണെങ്കിൽ അടിയാളന്മാർ അനുയായികൾ എങ്ങനെയാണ് അത് പിന്തുടരുക? അദ്ദേഹത്തിന് അല്ലേ അടുത്ത ആൾക്ക് പുറകെ വരുന്ന ആൾ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഇനി ഒരു പക്ഷേ നമ്മുടെ പിണറായി സഖാവിനെ മിസ്റ്റർ CM എന്ന് തന്നെ അഭിസംബോധന ചെയ്യുമെന്നും എടോ ബോടോ വിളിയൊക്കെ നിർത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. 2ാമത്തെ വട്ടാണ് UR പ്രദീപ് കേരള നിയമസഭയിലേക്ക് ചേലക്കരയുടെ MLA ആയിട്ട് പ്രയത്നം ചെയ്തുകൊണ്ട്. അതെ, ചുവപ്പുകൂടി അവിടെ ചേലക്കരക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് പ്രദീപ് ഏട്ടൻ. തീർച്ചയായിട്ടും അത് അവരുടെ ഞാൻ ആ ബൈറ്റ് ഈ ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് ഇവിടെ വേറെ ആരും ഇല്ല, ഇവിടെ ചുമപ്പേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അത് അവിടെ ഇരിക്കുന്ന അപ്പൂപ്പന്മാരോട് തൊട്ട് അങ്ങേ അറ്റം വരെ അദ്ദേഹമാണ് ഇവിടെ. അത് മറ്റേ ഓപ്പോസിറ്റ് നിന്ന പുള്ളിക്കാരത്തി ആണെങ്കിൽ പോലും കഴിവുള്ളവരായിരുന്നവരാണ് രമ്യ ഹരിദാസ്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് പോലും എനിക്ക് തോന്നുന്നു പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാവും. പിന്നെ UR പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, വ്യക്തിയാണ്, പാർട്ടി പ്രവർത്തകനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ചേലക്കര മണ്ഡലം ഇപ്പോഴും CPM-ന് തിരിച്ചുപിടിക്കാനല്ല നിലനിർത്താൻ സാധിച്ചതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും ഒക്കെ വാഗ്ദാനങ്ങൾ അവർ പറയുന്നത് ഞങ്ങളുടെ എല്ലാം കൊടുത്തും ഞങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു വോട്ട് ഇവരെ പോലുള്ള യുവ MLA മാരെങ്കിലും പാലിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.